പ്രൈസ് ദി ലോർഡ്. ലൂക്കോസിന്റെ സുവിശേഷം 18-11 നമ്മൾ കാണാൻ കഴിയുന്നുണ്ട്. രണ്ടുപേര് വ്യത്യസ്തരായ പേര് പ്രാർത്ഥിക്കാൻ കടന്നു പോകുന്നത്. ഒന്നേ പരീശൻ, രണ്ട് ചുങ്കക്കാരൻ. ഈ രണ്ടുപേരുടെയും വ്യത്യസ്തമായ പ്രാർത്ഥനയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഒന്ന്, പരീശൻ സ്വയം നീതിക്കാരനായിരുന്നു. സ്വയം നീതിമാനായി തോന്നുന്ന ഒരുവൻ ചിന്തിക്കുന്നത് തൻ്റെ സ്വന്തം പ്രയത്നത്താൽ ഞാൻ എല്ലാം ചെയ്തെടുക്കുന്നു, നീതിമാനാണെന്ന് മാത്രമാണ് ആ വ്യക്തി ചിന്തിക്കുന്നത്. ആ വ്യക്തിക്ക് എത്ര കുറവുണ്ടെങ്കിലും ആ വ്യക്തി അത് സമ്മതിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നില്ല. അപ്പം ദൈവത്തോടുള്ള കരുണാകൃപ ഇവയ്ക്കൊന്നും അദ്ദേഹം യാചിക്കുന്നില്ല. ഏത് മനുഷ്യനായാലും അത് യാചിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നില്ല. കരുണയില്ല, കൃപയില്ല അദ്ദേഹത്തിന് വേണ്ട. അദ്ദേഹത്തിന് സ്വയം നീതീകരണം ഇവയെ സംബന്ധിച്ചാണ് അവരെപ്പോഴും ഒരു ബോധവാനല്ല. പാപത്തെക്കുറിച്ചൊരു ബോധ്യമുള്ള ഒരു വ്യക്തിയല്ല ഈ പരീശന്. എന്നാലും നമുക്ക് കാണാൻ കഴിയുന്ന 11-ാം വാക്യത്തിൽ പരീശൻ നിന്നോട് തന്നോട് തന്നെ, ദൈവമേ, പരീശൻ പ്രാർത്ഥിച്ചത് തന്നോട് തന്നെയാണ്, തന്നോട് തന്നെ പറഞ്ഞിട്ടാണ് പിന്നെ ദൈവമേ എന്ന് വിളിച്ചത്. പിടിച്ചുപറിക്കാതെ നീതികെട്ടവർ, വ്യഭിചാരികൾ മുതലായ ശേഷം മനുഷ്യരെ പോലെയോ ഈ ചുക്കക്കാരനെ പോലെയോ ഞാൻ അല്ലായികയാൽ അങ്ങേ വാഴ്ത്തുന്നു. അപ്പോൾ ഇങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രാർത്ഥന. പരീശൻ നിന്നുകൊണ്ട് തന്നോട് തന്നെ പ്രാർത്ഥിക്കുന്നു. എന്നിട്ട് പറഞ്ഞു, ഞാൻ 2 വട്ടം ഉപസിക്കും, നേടുന്നതിലൊക്കെയും പതാരം കൊടുക്കുന്നൊക്കെ പറഞ്ഞു ഒത്തിരി കാര്യങ്ങൾ ഇവിടെ നിരത്തി വയ്ക്കും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ 13-ാം വാക്യത്തിലെ ചുങ്കക്കാരനോ ദൂരത്ത് നിന്നുകൊണ്ട് സ്വർഗത്തേക്ക് നോക്കുവാൻ പോലും തുനിയാതെ മാറത്തടിച്ച്, ദൈവമേ, പാപിയ എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചു. അപ്പോൾ ആ മനുഷ്യൻ, ചുങ്കക്കാരൻ ഓടി വന്നിട്ട് അദ്ദേഹത്തിനറിയാം ഞാനൊരു പാപിയാണ്, ഞാൻ ചുങ്കം പിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം മാറത്തടിച്ചുകൊണ്ട് സ്വർഗത്തേക്ക് നോക്കുവാൻ പോലും എനിക്ക് അവകാശമില്ല, ഞാൻ വിശുദ്ധനല്ലെന്ന് സമ്മതിക്കുന്ന ഒരു വ്യക്തിയെ നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്. ആ വ്യക്തി സമ്മതിച്ചിട്ട് പറയുന്നു, എൻ്റെ കർത്താവെ, എനിക്ക് സ്വർഗത്തേക്ക് പോലും കടന്നു വരും, അങ്ങയുടെ പാദപീഠത്തിൽ കടന്നു വരുവാൻ എനിക്ക് യാതൊരു അർഹതയുമില്ലെന്ന് പറഞ്ഞ് അദ്ദേഹം മാറത്തടിച്ച് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ പാപം അദ്ദേഹം വെളിപ്പെടുത്തി കർത്താവിനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അദ്ദേഹം നീതിമാനായിട്ട് കടന്നുപോയിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ദൈവമേ, പാപിയ എന്നോട് കരുണ ഉണ്ടാകണമേ. അവൻ സ്വർഗത്തിലേക്ക് നോക്കുവാൻ തുനിയാതെ മാറത്തടിച്ചപ്പോൾ ദൈവമേ, അദ്ദേഹത്തിൻ്റെ വിളിക്കൊരു വ്യത്യാസമുണ്ട്. ദൈവമേ എന്ന് വിളിക്കുന്ന ഒരു വ്യത്യാസമുണ്ട്. ദൈവജനമേ, നാളുകളിൽ നമ്മൾ മാറത്തടിച്ച് നിലവിളിക്കുന്ന ഒരു നിലവിളിയുടെ മധ്യത്തിൽ ഇറങ്ങി വന്ന അത്ഭുതം. ഹാഗാറിൻ്റെ മുന്നിൽ അടയപ്പെട്ട വഴികൾ, ആ നീർച്ചാലുകൾ തുറക്കപ്പെട്ടെങ്കിൽ നാളുകളിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന മാറത്തടിച്ച് നിലവിളിച്ച് പാപിയായ മനുഷ്യൻ പ്രാർത്ഥിച്ചതുപോലെ തന്നെ, ചുങ്കക്കാരനായ മനുഷ്യൻ പ്രാർത്ഥിച്ചതുപോലാണ് പ്രാർത്ഥിക്കുവാണെങ്കിൽ ദൈവകൃപ ഏറ്റെടുക്കുവാൻ നമുക്ക് ദൈവം സഹായിക്കും. ദൈവകൃപ ഏറ്റെടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാൻ നമ്മൾ സന്നദ്ധരാണെങ്കിൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കും. ചുങ്കക്കാരനെ പോലെ, പാപിയെ പോലെ പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം. ചുങ്കക്കാരൻ തന്നോട് തന്നെ പ്രാർത്ഥിച്ചു. എന്നാൽ